നാളെ വുമൺ സിവിൽ എക്സൈസ് ഓഫീസർ എഴുതുന്ന നമ്മുടെ കൂട്ടുകാർക്ക് വേണ്ടിയുള്ള പ്രധാനപ്പെട്ട ഷുവർ ഷോട്ട് കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ് ആണ് നമ്മൾ ഇന്ന് അവതരിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും ഹൈപ്പ് ചെയ്തും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ ഈ ഒരു ക്ലാസ് അവസാനം വരെ കാണാൻ ശ്രമിക്കുക. നാളത്തെ പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് കേട്ടോ. അപ്പൊ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. ആദ്യത്തെ ചോദ്യം, കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറായി നിയമിതനായ വ്യക്തി ആരാണ്? രാജ്കുമാർ ഗോയലാണ്. രാജ്കുമാർ ഗോയൽ. അപ്പൊ പഠിച്ചു നോക്കണം. 13ാമത്തെയാണ്. നിലവിലെ 13ാമത് കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറായി നിയമിതനായ വ്യക്തി ആരാണ്? രാജ്കുമാർ ഗോയൽ. രാജ്കുമാർ ഗോയൽ മറക്കരുതേ. അടുത്ത പോയിന്റ്, അടുത്തിടെ കേന്ദ്ര വിവരാവകാശ കമ്മീഷനിൽ അംഗമായ മലയാളി ആരാണ്? PR രമേശ്. അടുത്തിടെ കേന്ദ്ര വിവരാവകാശ കമ്മീഷനിൽ അംഗമായ മലയാളി ആരാണ്? PR രമേശ്. ഇന്ത്യയുടെ നിലവിലെ 53ാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ജസ്റ്റിസ് സൂര്യകാന്ത്. ഇന്ത്യയുടെ നിലവിലെ 53ാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ജസ്റ്റിസ് സൂര്യകാന്ത്. അടുത്ത പോയിന്റ് നോക്കാം. നിലവിലെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ജസ്റ്റിസ് സൗമൻ സെൻ ആണ് കേട്ടോ. ജസ്റ്റിസ് സൗമൻ സെൻ. നിലവിലെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ജസ്റ്റിസ് സൗമൻ സെൻ ആണ്. ഇന്ത്യയുടെ 26ാമത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? ജ്ഞാനേഷ് കുമാർ ആണ് കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യയുടെ 26ാമത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? ജ്ഞാനേഷ് കുമാർ. ഇന്ത്യയുടെ 16ാമത് ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? ഡോക്ടർ അരവിന്ദ് പനഗിരിയ. ഇന്ത്യയുടെ 16ാമത് ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? ഡോക്ടർ അരവിന്ദ് പനഗിരിയ. അടുത്ത പോയിന്റ് നോക്കാം. രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ബോട്ട് സർവീസ് ആരംഭിച്ചത് എവിടെയാണ്? വാരണാസിയിലാണ് കേട്ടോ. ഉത്തർപ്രദേശിലെ വാരണാസിയിലാണ്. ഗംഗാ നദിയിലാണ് ഈ ഒരു ബോട്ട് സർവീസ് ആരംഭിച്ചത്. ഈ ഒരു ആദ്യ ഹൈഡ്രജൻ ബോട്ട് സർവീസ് ആരംഭിച്ചത് കേട്ടോ. അപ്പൊ രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ബോട്ട് സർവീസ് ആരംഭിച്ചത് എവിടെയാണ്? വാരണാസി. ഇന്ത്യയിലെ ആദ്യ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിച്ച തീയതി എന്നാണ്? 2025 നവംബർ 1 കേട്ടോ. 2025 നവംബർ 1. അപ്പൊ ഇന്ത്യയിലെ ആദ്യ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിച്ച തീയതി എന്നാണ്? 2025 നവംബർ 1. 2026 നടക്കുന്ന അന്താരാഷ്ട്ര ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് AI ഉച്ചകോടിയുടെ വേദി എവിടെയാണ്? നമ്മുടെ ഇന്ത്യയാണ് കേട്ടോ. അപ്പൊ 2026 നടക്കുന്ന അന്താരാഷ്ട്ര ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ AI ഉച്ചകോടിയുടെ വേദി എവിടെയാണ്? ഇന്ത്യ. സംസ്ഥാന സർക്കാരിന്റെ 2026 ഹരിവരാസന പുരസ്കാര ജേതാവാരാണ്? തിരുവിഴ ജയശങ്കർ. നാദസ്വര വിദ്വാനാണ് കേട്ടോ. അപ്പൊ സംസ്ഥാന സർക്കാരിന്റെ 2026 ഹരിവരാസന പുരസ്കാര ജേതാവാരാണ്? തിരുവിഴ ജയശങ്കർ. അദ്ദേഹം നാദസ്വര വിദ്വാനാണ്. അപ്പം 2025 പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. 2025 ഹരിവരാസന പുരസ്കാര ജേതാവ് കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയാണ്. അടുത്ത പോയിന്റ് നോക്കാം. KSRTCയുടെ ഗുഡ്വിൽ അംബാസിഡറായി നിയമിതനായ വ്യക്തി ആരാണ്? ചലച്ചിത്ര താരം മോഹൻലാലാണ് കേട്ടോ. അപ്പൊ KSRTCയുടെ ഗുഡ്വിൽ അംബാസിഡറായി നിയമിതനായ വ്യക്തി ആരാണ്? മോഹൻലാല്. കേരള സർക്കാർ 2025 തുടക്കമിട്ട ആരോഗ്യം ആനന്ദം എന്ന പദ്ധതി എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്? ക്യാൻസർ ബോധവൽക്കരണ പദ്ധതിയാണ് കേട്ടോ. അപ്പൊ കേരള സർക്കാർ 2025 തുടക്കമിട്ട ആരോഗ്യം ആനന്ദം എന്ന പദ്ധതി എന്താണ്? ക്യാൻസർ ബോധവൽക്കരണ പദ്ധതിയാണ്. അടുത്ത പോയിന്റ് നോക്കാം. പഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് പത്രസമ്മേളനം നടത്തിയ ഇന്ത്യൻ വനിതാ ഉദ്യോഗസ്ഥർ ആരൊക്കെയാണ്? കേണൽ സോഫിയ ഖുറേഷിയും വിംഗ് കമാൻഡർ വ്യോമിക സിംഗുമാണ് കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. പരീക്ഷയ്ക്ക് ചിലപ്പോൾ നാളത്തെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. പഠിച്ചു വെച്ചോണേ. പഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് പത്രസമ്മേളനം നടത്തിയ ഇന്ത്യൻ വനിതാ ഉദ്യോഗസ്ഥർ ആരൊക്കെയാണ്? കേണൽ സോഫിയ ഖുറേഷിയും വിംഗ് കമാൻഡർ വ്യോമിക സിംഗും. ഇവരുടെ കൂടെ ആ പത്രസമ്മേളനത്തിൽ ഉണ്ടായിരുന്ന ആളുടെ പേരോടൊന്ന് അറിഞ്ഞിരിക്കണം. നിലവിലെ കേന്ദ്ര വിദേശകാര്യ സെക്രട്ടറിയായ വിക്രം മിശ്രയുടെ ഇവരുടെ കൂടെ ആ പത്രസമ്മേളനത്തിൽ ഉണ്ടായിരുന്നു. അടുത്ത പോയിന്റ്, ജപ്പാന്റെ പ്രഥമ വനിതാ പ്രധാനമന്ത്രിയായി നിയമിതയായതാരാണ്? സനെ തക്കൈച്ചിയാണ് കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ജപ്പാന്റെ പ്രഥമ വനിതാ പ്രധാനമന്ത്രിയായി അടുത്തിടെ നിയമിതയായതാരാണ്? സനെ തക്കൈച്ചിയാണ്.
കേരളത്തിലെ ആദ്യത്തെ അഗ്രി എക്സ്പോ സെന്റർ പ്രവർത്തനം ആരംഭിക്കുന്നത് എവിടെയാണ്? ആനയറയിലാണ് കേട്ടോ, പഠിച്ചു വെക്കണേ. കേരളത്തിലെ ആദ്യത്തെ അഗ്രി എക്സ്പോ സെന്റർ പ്രവർത്തനം ആരംഭിക്കുന്നത് എവിടെയാണ്? ആനയറയിലാണ്. അതുപോലെ തന്നെ 6 വർഷം കൊണ്ട് രാജ്യത്തെ 100 ജില്ലകളിൽ മികച്ച കാർഷിക ഉൽപാദനം ലക്ഷ്യമിട്ടുള്ള പദ്ധതിയായിട്ടുള്ള പ്രധാനമന്ത്രി ധൻധാന്യ കൃഷി യോജന പദ്ധതിയിൽ കേരളത്തിൽ നിന്ന് ഉൾപ്പെട്ട ജില്ലകൾ ഏതൊക്കെയാണെന്ന് ചോദിക്കാം. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോടാണ് കേട്ടോ. അപ്പൊ 6 വർഷം കൊണ്ട് രാജ്യത്തെ 100 ജില്ലകളിൽ മികച്ച കാർഷിക ഉത്പാദനം ലക്ഷ്യമിട്ടുള്ള പദ്ധതിയായിട്ടുള്ള പ്രധാനമന്ത്രി ധൻധാന്യ കൃഷി യോജന പദ്ധതിയിൽ കേരളത്തിൽ നിന്ന് ഉൾപ്പെട്ട ജില്ലകൾ ഏതൊക്കെയാണ്? കാസർഗോഡ്, കണ്ണൂര്, കോഴിക്കോട്. അടുത്ത പോയിന്റ് നോക്കാം. 2026 64ാമത് കേരള സ്കൂൾ കലോത്സവത്തിന്റെ വേദി എവിടെയാണ്? തൃശ്ശൂരാണ് വേദിയായിട്ട് വരുന്നത്. ജേതാക്കള് കണ്ണൂരാണ്, കണ്ണൂർ ജില്ലയാണ് ജേതാക്കളായിട്ട് വരുന്നത്. അപ്പോൾ പഠിക്കുക, 2026 64ാമത് കേരള സ്കൂൾ കലോത്സവത്തിന്റെ വേദി തൃശ്ശൂരും ജേതാക്കള് കണ്ണൂരുമാണ്. സ്കൂൾ വിദ്യാർത്ഥികളിൽ ലഹരി ഉപയോഗം തടയുന്നതിനായി സംസ്ഥാന എക്സൈസ് വകുപ്പിന്റെ പദ്ധതിയാണ് നേർവഴി. വളരെ ഇമ്പോർട്ടന്റ് ആണ്. സ്കൂൾ വിദ്യാർത്ഥികളിൽ ലഹരി ഉപയോഗം തടയുന്നതിനായി സംസ്ഥാന എക്സൈസ് വകുപ്പിന്റെ പദ്ധതിയാണ് നേർവഴി. 2025 കേരള ജ്യോതി പുരസ്കാര ജേതാവാരാണ്? ഡോക്ടർ MR രാഘവ വാര്യർ ആണ് കേട്ടോ. വിദ്യാഭ്യാസ മേഖലയിൽ നിന്നാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. അപ്പൊ 2025 കേരള ജ്യോതി പുരസ്കാര ജേതാവാരാണ്? ഡോക്ടർ MR രാഘവ വാര്യർ. മേഖല ഏതാണ്? വിദ്യാഭ്യാസ മേഖലയാണ്. 2025 കേരളപ്രഭ പുരസ്കാര ജേതാക്കൾ 2 പേരാണ്. ഒന്നാമത്തെ ആള് PB അനീഷ്, കാർഷിക മേഖലയും. രണ്ടാമത്തെ ആള് രാജശ്രീ വാര്യർ, കലയുമാണ് കേട്ടോ. അപ്പൊ 2025 കേരളപ്രഭ പുരസ്കാര ജേതാക്കൾ ആരൊക്കെയാണ്? PB അനീഷ്, രാജശ്രീ. PB അനീഷ് കാർഷിക മേഖലയും, രാജശ്രീ കല മേഖലയുമാണ്. അതുപോലെ തന്നെ 2025 കേരളശ്രീ പുരസ്കാരം ലഭിച്ചത് 5 പേർക്കാണ്. 5 പേർക്കാണ് കേരളശ്രീ പുരസ്കാരം ലഭിച്ചത്. നമുക്ക് നോക്കാം ആർക്കൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 2025 കേരളശ്രീ പുരസ്കാരം ലഭിച്ചത് 5 പേർക്കൊക്കെയാണ്. ഒന്നാമത്തെ ആള് ശശികുമാർ, മാധ്യമപ്രവർത്തനം. അതുപോലെ തന്നെ ഷഹൻ ഹസൻ മുസ്ലിയാർ, വിദ്യാഭ്യാസ മേഖലയിൽ നിന്നാണ്. അദ്ദേഹം TKM ട്രസ്റ്റിന്റെ ചെയർമാനാണ്, ഷഹൽ ഹസൻ മുസ്ലിയാർ. അതുപോലെ തന്നെ മൂന്നാമത്തെ ആള് MK വിമൽ ഗോവിന്ദ് ആണ്, സ്റ്റാർട്ടപ്പ് കമ്പനിയാണ്. അത് ഏത് സ്റ്റാർട്ടപ്പ് കമ്പനിയാണെന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചാൽ പറയണം. ജെൻ റോബോട്ടിക്സ് കോ ഫൗണ്ടർ ആണ് കേട്ടോ. ജെൻ റോബോട്ടിക്സ് എന്ന് പറഞ്ഞ എന്താണ് സ്റ്റാർട്ടപ്പ് കമ്പനിയുടെ കോ ഫൗണ്ടർ ആണ്. അതുപോലെ തന്നെ അഭിലാഷ് ടോമി, കായികം. ജിലുമോൾ മാരിയറ്റ് തോമസ്, സാമൂഹ്യ സേവനം. അപ്പൊ 2025 കേരളശ്രീ പുരസ്കാരം 5 പേർക്കാണ് ലഭിച്ചത്. ശശികുമാർ, മാധ്യമപ്രവർത്തനം. ഷഹൽ ഹസൻ മുസ്ലിയാർ, വിദ്യാഭ്യാസ മേഖലയാണ്. അദ്ദേഹം TKM ട്രസ്റ്റിന്റെ ചെയർമാനാണ്. മൂന്നാമത്തെ ആള് MK വിമൽ ഗോവിന്ദ്, സ്റ്റാർട്ടപ്പ് മേഖല, ജെൻ റോബോട്ടിക്സിന്റെ കോ ഫൗണ്ടർ ആണ്. അതുപോലെ തന്നെ നാലാമത്തെ ആള് അഭിലാഷ് ടോമി, കായിക മേഖലയാണ്. അഞ്ചാമത്തെ ആള് ജിലുമോൾ മാരിയറ്റ് തോമസ്, സാമൂഹ്യ സേവനമാണ്. അടുത്ത നമുക്ക് നോക്കാം. അടുത്ത പോയിന്റ് നോക്കാം. കേരളത്തിലെ ആദ്യ സ്പോർട്സ് കേന്ദ്രം എവിടെയാണ് സ്ഥാപിച്ചിരിക്കുന്നത്? തലശ്ശേരിയിലാണ്, കണ്ണൂർ ജില്ലയിലെ തലശ്ശേരിയിലാണ്. അപ്പൊ കേരളത്തിലെ ആദ്യ സ്പോർട്സ് കേന്ദ്രം എവിടെയാണ് സ്ഥാപിച്ചിരിക്കുന്നത്? തലശ്ശേരി, മറക്കരുതേ. അടുത്ത പോയിന്റ്, നഗരങ്ങളിലെ ചേരികളിലെ സാധാരണക്കാരുടെ ആരോഗ്യ സംരക്ഷണത്തിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ഉഷസ് പദ്ധതി കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. നഗരങ്ങളിലെ ചേരികളിലൊക്കെ താമസിക്കുന്ന സാധാരണക്കാരുടെ ആരോഗ്യ സംരക്ഷണത്തിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ഉഷസ് പദ്ധതി. അടുത്ത പോയിന്റ്, നിരോധിത മയക്കുമരുന്നുകളുടെയും സംഭരണത്തിലും വിപണനത്തിലും ഏർപ്പെട്ടിരിക്കുന്നവരെ കണ്ടുപിടിച്ച് കർശന നടപടികൾ സ്വീകരിക്കാൻ വേണ്ടിയുള്ള പദ്ധതിയാണ് ഓപ്പറേഷൻ ഡി ഹണ്ട് കേട്ടോ. കേരള പോലീസിന്റെ പദ്ധതിയാണ് ഓപ്പറേഷൻ ഡി ഹണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതുമാണ്, പഠിച്ചു വെച്ചോളൂ. നിരോധിത മയക്കുമരുന്നുകളുടെയും സംഭരണത്തിലും വിപണനത്തിലും ഏർപ്പെട്ടിരിക്കുന്നവരെ കണ്ടുപിടിച്ച് കർശന നടപടികൾ സ്വീകരിക്കാൻ വേണ്ടിയുള്ള പദ്ധതിയാണ് ഓപ്പറേഷൻ ഡി ഹണ്ട് പദ്ധതി. നമുക്ക് അടുത്ത് നോക്കാം. അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് നമ്മളൊരു കറണ്ട് അഫയേഴ്സ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ടെലഗ്രാമിൽ. അതായത് നിങ്ങൾക്കറിയാം ഇനി നിരവധി പരീക്ഷകളാണ് നമുക്ക് മുമ്പിൽ വരുന്നത്. അതായത് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് തുടങ്ങി വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്, ബെവറേജ് LDC, അതുപോലെ തന്നെ കമ്പനി ബോർഡ് LGS, കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, അതുപോലെ തന്നെ സിവിൽ പോലീസ് ഓഫീസർ, സിവിൽ എക്സൈസ് ഫയർമാൻ, അതുപോലെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് തുടങ്ങിയ 10th യൂണിഫോം പോസ്റ്റ്, 12th ലെവൽ, അതുപോലെ തന്നെ ഡിഗ്രി ലെവൽ എക്സാംസ് വരുന്നുണ്ട്. ആ പരീക്ഷകൾക്കൊക്കെ ആയിട്ട് വേണ്ടിയുള്ള ഒരു കറണ്ട് അഫയേഴ്സിന്റെ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ലൈവ് പ്ലസ് റെക്കോർഡർ ക്ലാസ്സസ് ആണ് നമ്മൾ അതിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. എല്ലാ ദിവസവും വൈകുന്നേരം 7:30 മുതൽ 8:30 വരെ ആയിരിക്കും ക്ലാസ്സുകൾ വരുന്നത്. എല്ലാ ദിവസവും വൈകുന്നേരം 7:30 മുതൽ 8:30 വരെ ആയിരിക്കും ക്ലാസ് വരുന്നത്. 1 hour ലൈവ് സെക്ഷൻ ക്ലാസ്സസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ക്ലാസ്സിന് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ റെക്കോർഡർ സെക്ഷൻ ഗ്രൂപ്പിൽ ഇടുന്നതാണ്. അതുപോലെ തന്നെ PDF നോട്ട്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മോക്ക് ടെസ്റ്റുകൾ
വീക്കിലി മോക്ക് ടെസ്റ്റുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ റിവിഷൻ ഓറിയന്റഡ് ക്ലാസ്സസും അതിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കോഴ്സിന്റെ ഫീസ് എന്ന് പറഞ്ഞാൽ വെറും 200 രൂപ മാത്രമേ ഉള്ളൂ. ഇതിന്റെ കോഴ്സ് ഫീ ആയിട്ട് വരുന്നത് 6 മാസത്തെ കാലാവധിയാണ് വരുന്നത്. അപ്പോൾ ഇനി ഒരു 6 മാസത്തിനുള്ളിലായിരിക്കുമല്ലോ പ്രധാനപ്പെട്ട എക്സാംസ് ഒക്കെ നമുക്ക് മുമ്പിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ 6 മാസത്തെ കാലാവധിക്ക് വെറും 200 രൂപ മാത്രമേ ഉള്ളൂ. നിങ്ങൾ എന്താണ് ഒരു ബിരിയാണി കഴിച്ചു കളയുന്ന പൈസ മാത്രമേ ഉള്ളൂ, വെറും 200 രൂപ. ആ 200 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിലൂടെ കറണ്ട് അഫയേഴ്സ് പക്കയാക്കി എടുക്കാൻ സാധിക്കും. അപ്പോൾ ഈ നമ്പർ നോട്ട് ചെയ്തോളൂ, 81 299 339 എന്ന് പറഞ്ഞ നമ്പറിലോട്ടൊന്ന് വാട്സപ്പ് ചെയ്താൽ മതി. ഞാൻ അഡ്മിഷൻ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. ഒന്നുകൂടെ പറയാം, 81 299 339 എന്ന് പറഞ്ഞ നമ്പറിലോട്ടൊന്ന് വാട്സപ്പ് ചെയ്താൽ മതി. അപ്പോൾ 6 മാസ കാലാവധി 6 മാസമാണ്. വെറും 200 രൂപ മാത്രമേ കോഴ്സ് ഫീ ആയിട്ട് വരുന്നുള്ളൂ. വെറും നമ്മളൊരു ബിരിയാണി കഴിച്ചു കളയുന്ന പൈസ മാത്രമേ വരുന്നുള്ളൂ, 200 രൂപ. ആ 200 രൂപയ്ക്ക് നിങ്ങൾക്ക് 6 മാസത്തേക്ക് കറണ്ട് അഫയേഴ്സ് അപ് ടു ഡെയിലി കറണ്ട് അഫയേഴ്സ് ക്ലിയർ ആക്കി പോവാം. അപ്പോൾ അപ് ടു ഡേറ്റ് ആയിട്ട് പഠിച്ചു പോയി കഴിഞ്ഞാൽ തന്നെ ഇനി വരുന്ന പരീക്ഷകൾക്ക് കറണ്ട് അഫയേഴ്സ് 10ഉം 20ഉം മാർക്ക് വരെയൊക്കെയാണ് കറണ്ട് അഫയേഴ്സ് ഇനി വരുന്ന പരീക്ഷകളുള്ളത്. ആ മാർക്ക് നമുക്ക് മുഴുവനും സ്കോർ ചെയ്യാനും സാധിക്കുന്നതാണ്. കറണ്ട് അഫയേഴ്സിന്റെ പാർട്ട് ഞാൻ പക്കയാക്കി തരാം. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ ഈ നമ്പറിലോട്ടൊന്ന് വാട്സപ്പ് ചെയ്താൽ മതി. നമുക്ക് അടുത്ത പോയിന്റ് നോക്കാം. അടുത്ത പോയിന്റ്, 2026 കോഴിക്കോട് വെച്ച് നടന്ന കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ KLF മുഖ്യ അതിഥി ആരായിരുന്നു? സുനിത വില്യംസ് ആണ് ഇത് കേട്ടോ. അപ്പൊ 2026 കോഴിക്കോട് വെച്ച് നടന്ന കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ KLFന്റെ മുഖ്യ അതിഥി ആരായിരുന്നു? സുനിത വില്യംസ്. VS അച്യുതാനന്ദന്റെ ആത്മകഥ ഏതാണ്? സമരം തന്നെ ജീവിതം. അദ്ദേഹം ഈ ഇടയ്ക്ക് അന്തരിച്ചതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ആത്മകഥ നാളത്തെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. VS അച്യുതാനന്ദന്റെ ആത്മകഥ ഏതാണ്? സമരം തന്നെ ജീവിതം. സാമൂഹ്യ നീതി വകുപ്പിന്റെ 31 സേവനങ്ങൾ ഓൺലൈനായി അപേക്ഷിക്കാൻ കഴിയുന്ന പോർട്ടൽ ഏതാണ്? സുനിധി പോർട്ടലാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിക്കും. സാമൂഹ്യ നീതി വകുപ്പിന്റെ 31 സേവനങ്ങൾ ഓൺലൈനായി അപേക്ഷിക്കാൻ കഴിയുന്ന പോർട്ടൽ ഏതാണ്? സുനിധി പോർട്ടൽ. 2025 നവംബറിൽ യൂണിസെഫ് ഇന്ത്യ സെലിബ്രിറ്റി അഡ്വക്കേറ്റ് ആയി നിയമിതയായതാരാണ്? കീർത്തി സുരേഷ് ആണ് കേട്ടോ. സിനിമാ നടിയായിട്ടുള്ള കീർത്തി സുരേഷ് ആണ്. അപ്പൊ 2025 നവംബറിൽ യൂണിസെഫ് ഇന്ത്യ സെലിബ്രിറ്റി അഡ്വക്കേറ്റ് ആയി നിയമിതയായതാരാണ്? കീർത്തി സുരേഷ്. 2026 പുരുഷ വനിതാ ലോകകപ്പ് ഹോക്കി മത്സരങ്ങൾക്ക് വേദിയാകുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ബെൽജിയവും നെതർലൻഡ്സുമാണ്. അപ്പൊ 2026 പുരുഷ വനിതാ ലോകകപ്പ് ഹോക്കി മത്സരങ്ങൾക്ക് വേദിയാകുന്നത് ബെൽജിയവും നെതർലൻഡ്സുമാണ്. രാജ്യത്തെ ആദ്യത്തെ വേദിക് പാർക്ക് എവിടെയാണ്? നോയിഡയിലാണ് കേട്ടോ. അപ്പം ഇന്ത്യയിലെ ആദ്യത്തെ വേദിക് പാർക്ക് എവിടെയാണ്? നോയിഡ. ഇനി നമുക്ക് അടുത്ത് നോക്കാം. 2025 വനിതാ ഏകദിന ലോകകപ്പിന്റെ ജേതാക്കളാരാണ്? നമ്മുടെ ഇന്ത്യയാണ് വനിതാ ലോകകപ്പ്. അതായത് 2025 വനിതാ ഏകദിന ലോകകപ്പിന്റെ ജേതാക്കൾ ഇന്ത്യയാണ്. ഇന്ത്യ വെച്ച് നടന്ന ലോകകപ്പ് ടൂർണമെന്റ് ആയിരുന്നു. ആ ടൂർണമെന്റ് നമ്മുടെ ഇന്ത്യ ജയിച്ചു കേട്ടോ. അപ്പം റണ്ണേഴ്സ് അപ്പ് ആരായിരുന്നു? ദക്ഷിണാഫ്രിക്കയാണ് റണ്ണേഴ്സ് അപ്പ്. അതായത് ഫൈനലിൽ ഇന്ത്യ 52 റൺസിന് ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തി. അപ്പൊ കണക്ട് ചെയ്ത് പഠിച്ചോണേ. അതുപോലെ തന്നെ ഇന്ത്യൻ ടീമിനെ നയിച്ചത് ആരാണ്? ക്യാപ്റ്റൻ ആരായിരുന്നു? ഹർമൻ പ്രീത് കൗർ ആണ് ക്യാപ്റ്റനായിട്ട് വന്നത്. അതുപോലെ തന്നെ ഈ ഒരു ടൂർണമെന്റിന്റെ പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് ദീപ്തി ശർമ്മയും പ്ലെയർ ഓഫ് ദ മാച്ച് ഫൈനലിലെ താരം ആരായിരുന്നു? ഷെഫാലി വർമ്മയും. ഇന്ത്യ വനിതാ ലോകകപ്പ് ഫൈനലിൽ എത്തുന്ന എത്രാമത്തെ തവണയാണ്? 3-ാം തവണയാണ് ഫൈനൽ ലോകകപ്പ് ഫൈനലിൽ എത്തുന്നത്. വനിതാ ലോകകപ്പ് ഫൈനലിൽ എത്തുന്നത് 2005-ലും 2017-ലും 2025-ലും. ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാൻ സാധ്യത ഉണ്ടോന്നാണ് നമ്മൾ ഇത്രയും പോയിന്റ് ഇൻക്ലൂഡ് ചെയ്തത്. അപ്പോൾ ഒന്നുകൂടെ പറയാം, 2025 വനിതാ ഏകദിന ലോകകപ്പിന്റെ ജേതാക്കളാരാണ്? ഇന്ത്യ. റണ്ണേഴ്സ് അപ്പ് ദക്ഷിണാഫ്രിക്ക. ഫൈനലിൽ ഇന്ത്യ 52 റൺസിന് ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തി. ഇന്ത്യൻ ടീമിനെ നയിച്ചത് ഹർമൻ പ്രീത് കൗർ. പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് ദീപ്തി ശർമ്മ. പ്ലെയർ ഓഫ് ദ മാച്ച് അഥവാ ഫൈനലിലെ താരമാരാണ്? ഷെഫാലി വർമ്മ. ഇന്ത്യ വനിതാ ലോകകപ്പ് ഫൈനലിൽ എത്തുന്നത് എത്രയാണ്? 3-ാം തവണയാണ്. 2005-ലും 2017-ലും 2025-ലുമാണ് ഫൈനൽ കളിച്ചിട്ടുള്ള ഇന്ത്യ കേട്ടോ. അപ്പൊ ഇന്ത്യയുടെ ഒരു പ്രഥമ കിരീടം കൂടിയാണ് വനിതാ ഏകദിന ലോകകപ്പിലെ. അടുത്ത പോയിന്റ് നോക്കാം. മുനമ്പം നിവാസികളെ കുടിയൊഴിപ്പിക്കാതെ നിയമപരമായി സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് സമർപ്പിച്ച മുനമ്പം ജുഡീഷ്യൽ കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായരാണ് കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. മുനമ്പം നിവാസികളെ കുടിയൊഴിപ്പിക്കാതെ നിയമപരമായി സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് സമർപ്പിച്ച മുനമ്പം ജുഡീഷ്യൽ കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായരാണ്. അടുത്ത പോയിന്റ് നോക്കാം. 2025 ലോക പരിസ്ഥിതി ദിനത്തിന്റെ പ്രമേയം എന്താണ്? പ്ലാസ്റ്റിക് മലിനീകരണത്തെ തോൽപ്പിക്കുക. എന്താണ്? ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ ആണ്. 2025 ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ്? ദക്ഷിണ കൊറിയയാണ് കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. 2025 ലോക പരിസ്ഥിതി ദിനത്തിന്റെ പ്രമേയം എന്താണ്? പ്ലാസ്റ്റിക് മലിനീകരണത്തെ
തോൽപ്പിക്കുക അഥവാ ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ ആതിഥേയ രാജ്യം ഏതാണ്? ദക്ഷിണ കൊറിയയാണ്. അടുത്ത പോയിന്റ്, ഇസ്രായേലുമായുള്ള സംഘർഷം മൂർച്ഛിച്ച സാഹചര്യത്തിൽ ഇറാനിൽ നിന്ന് ഇന്ത്യക്കാരെ ഒഴിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ ഓപ്പറേഷൻ ഏതാണ്? ഓപ്പറേഷൻ സിന്ധു. വളരെ ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെക്കണം, ചോദിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഇസ്രായേലുമായുള്ള സംഘർഷം മൂർച്ഛിച്ച സാഹചര്യത്തിൽ ഇറാനിൽ നിന്ന് ഇന്ത്യക്കാരെ ഒഴിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ ഓപ്പറേഷൻ ഏതാണ്? ഓപ്പറേഷൻ സിന്ധു. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ നിലവിലെ അധ്യക്ഷൻ ആരാണ്? വി രാമസുബ്രഹ്മണ്യനാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ നിലവിലെ അധ്യക്ഷൻ ആരാണ്? വി രാമസുബ്രഹ്മണ്യനാണ്. നിലവിലെ കേരള മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണ്? അലക്സാണ്ടർ തോമസ്. നിലവിലെ കേരള മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണ്? അലക്സാണ്ടർ തോമസ്. രാജ്യത്തെ ആദ്യ ഇലക്ട്രിക് ട്രക്ക് ഇടനാഴി ആരംഭിക്കുന്ന സംസ്ഥാനം ഏതാണ്? കേരളമാണ്. NH-66 ആരംഭിക്കുന്നത്. ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു നോക്കണേ, പരീക്ഷയ്ക്ക് ചോദിക്കും. രാജ്യത്തെ ആദ്യ ഇലക്ട്രിക് ട്രക്ക് ഇടനാഴി ആരംഭിക്കുന്ന സംസ്ഥാനം കേരളമാണ്. NH-66 ആരംഭിക്കുന്നത്. അടുത്ത പോയിന്റ് നോക്കാം. RBIയുടെ അതായത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഏറ്റവും പുതിയ ഹാൻഡ് ബുക്ക് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ഓൺ ഇന്ത്യൻ സ്റ്റേറ്റ്സ് 2024-25 റിപ്പോർട്ട് പ്രകാരം രാജ്യത്തെ ഏറ്റവും വലിയ സംസ്ഥാന സമ്പദ് വ്യവസ്ഥ ഏത് സംസ്ഥാനത്തിൻ്റെതാണ്? മഹാരാഷ്ട്രയുടെയാണ് കേട്ടോ, ഒന്ന് അറിഞ്ഞിരിക്കണേ, പരീക്ഷയ്ക്ക് ചോദിക്കും. RBIയുടെ ഏറ്റവും പുതിയ ഹാൻഡ് ബുക്ക് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ഓൺ ഇന്ത്യൻ സ്റ്റേറ്റ്സ് 2024-25 റിപ്പോർട്ട് പ്രകാരം രാജ്യത്തെ ഏറ്റവും വലിയ സംസ്ഥാന സമ്പദ് വ്യവസ്ഥ ഏത് സംസ്ഥാനത്തിൻ്റെതാണ്? മഹാരാഷ്ട്രയുടേതാണ്. അടുത്ത പോയിന്റ്, യുദ്ധവിമാന പൈലറ്റുമാരുടെ സുരക്ഷയ്ക്കായുള്ള റെയിൽ ട്രാക്ക് റോക്കറ്റ് സ്ലഡ് അഥവാ RTRS പരീക്ഷണം ഈയിടെ വിജയകരമായി പൂർത്തിയാക്കിയ രാജ്യം ഇന്ത്യയാണ് കേട്ടോ. അപ്പൊ യുദ്ധവിമാന പൈലറ്റുമാരുടെ സുരക്ഷയ്ക്കായുള്ള റെയിൽ ട്രാക്ക് റോക്കറ്റ് സ്ലഡ് പരീക്ഷണം ഈയിടെ വിജയകരമായി പൂർത്തിയാക്കിയ രാജ്യം ഏതാണ്? ഇന്ത്യ. 2025 ജൂൺ 12 ഇന്ത്യയിൽ സംഭവിച്ച രണ്ടാമത്തെ വലിയ വിമാന ദുരന്തം എവിടെയാണ് ഉണ്ടായത്? അഹമ്മദാബാദ് ദുരന്തമാണ്. അപ്പൊ ഈ ഡേറ്റ് ഒന്ന് ഓർത്ത് വെച്ചേ, പരീക്ഷയ്ക്ക് ചോദിക്കും. 2025 ജൂൺ 12 ഇന്ത്യയിൽ സംഭവിച്ച രണ്ടാമത്തെ വലിയ വിമാന ദുരന്തം എവിടെയാണ് ഉണ്ടായത്? അഹമ്മദാബാദിലാണ്. ഗുജറാത്തിലെ അഹമ്മദാബാദിലാണ് ഉണ്ടായത്. എയർ ഇന്ത്യയുടെ ബോയിങ് 787-8 ഡ്രീം ലൈനർ എന്ന് പറഞ്ഞ വിമാനമാണ് കേട്ടോ. ബോയിങ് 7878 ഡ്രീം ലൈനർ എന്ന് പറഞ്ഞ വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലെ ഗ്വാറ്റ്വിക് വിമാനത്താവളത്തിലേക്ക് പോകുകയായിരുന്നു കേട്ടോ. അപ്പൊ ഈ വിമാനത്തിന്റെ പേര് ഓർത്ത് വെച്ചോടെ. എയർ ഇന്ത്യയുടെ ബോയിങ് 787-8 ഡ്രീം ലൈനർ എന്ന് പറഞ്ഞ വിമാനമാണ് അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലെ ഗ്വാറ്റ്വിക് വിമാനത്താവളത്തിലേക്ക് പോകുകയായിരുന്നു. ഇനി അടുത്ത പോയിന്റ് നോക്കാം. 2025 ജൂൺ 6 പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ച ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള റെയിൽവേ ആർച്ച് കമാന പാലം ഏതാണ്? ചെനാബ് പാലമാണ്. ചെനാബ് പാലം 2025 ജൂൺ 6 പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ച ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള ആർച്ച് റെയിൽ പാലം ഏതാണ്? ചെനാബ് പാലമാണ്. ഈ ചെനാബ് പാലം ജമ്മു കാശ്മീരിലെ റിയാസി ജില്ലയിൽ ചെനാബ് നദിക്ക് കുറുകെയാണ് ഈ ചെനാബ് പാലം വരുന്നത്. റിയാസി ജില്ലയൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. ജമ്മു കാശ്മീരിലെ റിയാസി ജില്ലയിലെ ചെനാബ് നദിക്ക് കുറുകെ. നദീതടത്തിൽ നിന്ന് 359 മീറ്റർ, അതായത് 1178 അടി ഉയരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇത് പാരീസിലെ ഈഫൽ ടവറിനേക്കാൾ ഏകദേശം 35 മീറ്റർ കൂടുതൽ ഉയരമുള്ളതാണ്. ഇതൊക്കെ അറിഞ്ഞിരിക്കും, ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കുക, അതുകൊണ്ടാണ് പറയുന്നത്. ഈ ഒരു ചെനാബ് പാലം നദീതടത്തിൽ നിന്ന് 359 മീറ്റർ ഉയരത്തിലും, അതായത് 1178 അടി ഉയരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇത് പാരീസിലെ ഈഫൽ ടവറിനേക്കാൾ ഏകദേശം 35 മീറ്റർ കൂടുതൽ ഉയരമുള്ളതാണ്. അതുപോലെ തന്നെ ഈ ചെനാബ് പാലത്തിന്റെ ആകെ നീളം പരീക്ഷയ്ക്ക് ചോദിക്കുക. പാലത്തിന്റെ ആകെ നീളം 1315 മീറ്റർ ആണ് കേട്ടോ. ആകെ നീളം എത്രയാണ്? 1315 മീറ്റർ ആണ്. അതുപോലെ തന്നെ ഉദ്ധംപൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽ ലിങ്ക് ആണ്, അഥവാ USBRL എന്ന് പറഞ്ഞ പദ്ധതിയുടെ ഭാഗമായാണ് ഈ ചെനാബ് പാലം നിർമ്മിച്ചത്. ഉദ്ധംപൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽ ലിങ്കിന്റെ പദ്ധതിയുടെ ഭാഗമായാണ് ഈ ഒരു ചെനാബ് പാലം നിർമ്മിച്ചത്. അടുത്ത പോയിന്റ് നോക്കാം. സംസ്ഥാനത്തെ ആദ്യ അഡ്വഞ്ചർ ടൂറിസം അക്കാദമിയും പാർക്കും നിലവിൽ വരുന്നത് എവിടെയാണ്? ശാസ്താംപാറ. സംസ്ഥാനത്തെ ആദ്യ അഡ്വഞ്ചർ ടൂറിസം അക്കാദമിയും പാർക്കും നിലവിൽ വരുന്നത് ശാസ്താംപാറ. വനിതകൾക്കായി സുഭദ്ര യോജന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഒഡീഷയാണ്. വനിതകൾക്കായി സുഭദ്ര യോജന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? ഒഡീഷയാണ്. 2027 ഒളിമ്പിക്സ് ഇ സ്പോർട്സ് ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ്? സൗദി അറേബ്യ. 2027 ഒളിമ്പിക് ഇ സ്പോർട്സ് ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യമാണ് സൗദി അറേബ്യ.
സ്വന്തമായി ഉപഗ്രഹം നിർമ്മിക്കാൻ ഒരുങ്ങുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏതാണ്? ആസാമാണ് കേട്ടോ. PYക്ക് ചോദിച്ചിട്ടുള്ളതാണ്. സ്വന്തമായി ഉപഗ്രഹം നിർമ്മിക്കാൻ ഒരുങ്ങുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ആസാമാണ്. കേരളത്തിലെ മികച്ച കായിക താരത്തിനുള്ള 37ാമത് ജിമ്മി ജോർജ് അവാർഡ് ലഭിച്ചതാർക്കാണ്? എൽദോസ് പോൾ ആണ്. ഏതാണ് കായിക ഇനം? ട്രിപ്പിൾ ജമ്പ് ആണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 26ാമത് ഗവർണറായി നിയമിതനായതാരാണ്? സഞ്ജയ് മൽഹോത്ര. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 26ാമത് ഗവർണറായി നിയമിതനായതാരാണ്? സഞ്ജയ് മൽഹോത്ര. അടുത്ത പോയിന്റ് നോക്കാം. എത്ര ദിവസത്തെ ബഹിരാകാശ വാസത്തിന് ശേഷമാണ് സുനിത വില്യംസും വിൽമോറും ഭൂമിയിൽ എത്തിയത്? 286 ദിവസത്തെയാണ്. അപ്പൊ എത്ര ദിവസത്തെ ബഹിരാകാശ വാസത്തിന് ശേഷമാണ് സുനിത വില്യംസും വിൽമോറും ഭൂമിയിൽ എത്തിയത്? 286 ദിവസത്തെയാണ്. നോർവേയുടെ ഉന്നത ബഹുമതിയായിട്ടുള്ള പുരസ്കാരം നേടിയ ഇന്ത്യക്കാരി ആരാണ്? ഗായത്രി സ്പിവാക് ആണ് കേട്ടോ. ഗായത്രി സ്പിവാക് ആണ്. അതുപോലെ തന്നെ ചാറ്റ് GPTയുടെ പൂർണ്ണരൂപം എന്താണ്? ചാറ്റ് ജനറേറ്റീവ് പ്രീ ട്രെയിൻഡ് ട്രാൻസ്ഫോമർ ആണ്. പരീക്ഷയ്ക്ക് ചോദിക്കാം. ചാറ്റ് GPTയുടെ പൂർണ്ണരൂപം എന്താണെന്ന് ചോദിക്കാം. ചാറ്റ് ജനറേറ്റീവ് പ്രീ ട്രെയിൻഡ് ട്രാൻസ്ഫോമർ. ചാറ്റ് ജനറേറ്റീവ് പ്രീ ട്രെയിൻഡ് ട്രാൻസ്ഫോമർ. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ നാളെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് കറണ്ട് അഫയർ ചോദ്യങ്ങളാണ്. ഇതിനു മുമ്പേ നമ്മൾ 2 ഷുവർ ഷോട്ട് കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കറണ്ട് അഫയേഴ്സ് 2026 എന്ന് പറഞ്ഞാൽ പ്ലേലിസ്റ്റിൽ കയറി കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നതാണ്. അതുകൂടാതെ തന്നെ പരീക്ഷയ്ക്ക് ഉപയോഗിക്കുന്ന എല്ലാ കറണ്ട് അഫയേഴ്സും നമ്മൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മുടെ മുമ്പത്തെ ഷുവർ ഷോട്ട് കറണ്ട് അഫയേഴ്സ് ക്ലാസ് കൂടെ നിങ്ങൾ നാളത്തെ പരീക്ഷയ്ക്ക് മുമ്പ് ഒന്ന് കാണാൻ ശ്രമിക്കും. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും കറണ്ട് അഫയേഴ്സിന് ഒരു 90% മാർക്ക് നമ്മുടെ ക്ലാസ്സിൽ നിന്ന് ലഭിക്കത്തക്ക വിധത്തിലുള്ള ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ മാക്സിമം വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്തതിനൊന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ സ്പെഷ്യൽ ടോപ്പിക്സിന്റെ ഒക്കെ ക്ലാസ്സുകൾ നമ്മൾ ഇട്ടിട്ടുണ്ട്. IT ആക്ടിന്റെ ക്ലാസ്സുകൾ, IT ആക്ടിന്റെ റിവിഷൻ ക്ലാസ് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ സ്പെഷ്യൽ ടോപ്പിക്സിന്റെ മോഡൽ ക്വസ്റ്റ്യൻസ്, PYQ ക്വസ്റ്റ്യൻസിന്റെ റിവിഷൻ എല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് മാക്സിമം എല്ലാവരും കാണാൻ ശ്രമിക്കുക. അപ്പം നാളത്തെ ദിവസം പരീക്ഷ എഴുതുന്ന നമ്മുടെ കൂട്ടുകാരികൾക്ക് പരീക്ഷ നമ്മുടെ ക്ലാസ്സിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ ചോദിക്കട്ടെ, നല്ല രീതിയിൽ പരീക്ഷ എഴുതാൻ സാധിക്കട്ടെ. നമ്മുടെ ക്ലാസ് കാണുന്ന എല്ലാ കൂട്ടുകാർക്കും ഓൾ ദ ബെസ്റ്റ്.